മുടിയൻ തിരിച്ചു വരുമോ? അതെ അതെ, മുടിയൻ തിരിച്ച് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പോയതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ UK-യിലായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ കഥയ്ക്ക് ചെറിയ വ്യത്യാസം വരുത്തി. അപ്പോൾ വ്യത്യാസം വരുത്തിയപ്പോൾ ചെറിയ വേറൊരു പൈങ്കിളി ലെവലിലോ അല്ലെങ്കിൽ പഴയ നോവൽസിലൊക്കെ കാണും പോലെ, അല്ലെങ്കിൽ സീരിയലിൻ്റെ മോശമെന്ന് പറയല്ല, നമുക്ക് ഇഷ്ടപ്പെടാത്ത സീരിയലുണ്ടല്ലോ, ആ നിലവാരത്തിലുള്ള സീരിയൽ പോലെ ആയി എന്നുള്ളൊരു കമൻസും കാര്യങ്ങളും. ഈ കമൻസ് ഞാൻ നോക്കാറില്ല, കാരണം നമ്മളെ നോക്കിയിട്ട് കാര്യമില്ല, പക്ഷെ പലരും പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇവ എന്നെ വിളിച്ചിരുന്നു, പക്ഷേ എനിക്ക് പുറത്തിറങ്ങാൻ വയ്യ, എനിക്ക് ആ പടം എന്നെ നമ്മുടെ ഉപ്പുമുളകെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതല്ലേ, നമ്മുടെ ആ ലെവലല്ലേ പോവേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അവൻ പറഞ്ഞത് 100% ശരിയാണ്. കാരണം അവന് വേണ്ടിയിട്ടല്ല ബാധിച്ചത്. ഈ പ്രോഗ്രാം ഇങ്ങനെ ആവുമ്പോൾ പ്രത്യേകിച്ച് TV-യിൽ വരിക, സീരിയൽ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക്, കൂടുതൽ ആൾക്കാർക്ക് ഒരു വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല അത്. കുറച്ച് ആൾക്കാർക്ക് മാത്രം കണ്ട് രസിക്കുന്നൊരു കാര്യമാണത്, എല്ലാവരും രസിക്കുന്നതൊന്നുമല്ല. അപ്പോൾ ഇത്തരത്തിലൂടെ ഈ നിലവാരത്തിൽ നിന്നൊരു പ്രോഗ്രാം ആ ലെവലിലോട്ട് താഴ്ന്നു എന്ന് പറഞ്ഞ് പബ്ലിസിറ്റി ആകുമ്പോൾ, ഇപ്പോൾ നമ്മൾ രണ്ടൊരു സ്ഥലത്തില്ല, നമ്മളന്ന് UK-യിലായിരുന്നു, അവന് വിഷമം തോന്നിക്കാണാം. അപ്പോൾ അവനങ്ങ് ഇറങ്ങിപ്പോയി. പക്ഷെ പോയിട്ട് ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിടാ, അത് പ്രശ്നമില്ല, അത് ഈ ചെയ്തത് വലിയ ഇതുള്ളതൊന്നുമല്ല, നമുക്ക് എടുക്കാം, വാ എന്നൊക്കെ പറഞ്ഞാലും എന്തോ അവന് വരാൻ ഒരു ബുദ്ധിമുട്ട് പോലെ നിന്നു. അല്ലെങ്കിൽ ആരെയും വിളിക്കട്ടെ, ആരും വിളിക്കാനില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ, നമുക്കാണ് ആവശ്യം, അല്ല ചാനലിൻ്റെ ആവശ്യം ഒന്നുമല്ല. അല്ലാണ്ട് ഈ പ്രോഗ്രാം, ഈ ചാനലിന് വേറെ പ്രോഗ്രാം കാണുമായിരിക്കാം, പക്ഷെ നമുക്കാണ് ഈ പ്രോഗ്രാം കൊണ്ട് ആവശ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വരണം, തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ വരിക. പക്ഷെ അതിനിടയ്ക്ക് ആശ എന്ത് ചെയ്തു, ലൈവിൽ പോയിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ലൈവ് പോകുമ്പോൾ എനിക്കൊരു പോസിറ്റീവായിട്ട് തോന്നുന്നില്ല. നമ്മുടെ കാര്യം തന്നെ ലൈവായിട്ട് പറഞ്ഞ് കുറ്റം പറയുമ്പോൾ ഇവിടെ നമുക്ക് അതിനെ എല്ലാം ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. അപ്പം അത് ചെയ്യുകയും ചെയ്യാം, ഈസി അല്ലേ. നമ്മളുണ്ട്, അല്ലെങ്കിൽ ചാനലിൻ്റെ ഹെഡായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരുടെയൊക്കെ നമ്മൾ സംസാരിച്ചിട്ട് ഈസിയായിട്ട് അവനതിൻ്റെ അകത്ത് കൊണ്ടുവരാമെന്നല്ലേ ഉള്ളൂ. പിന്നൊരു കാര്യം, ഇതിൽ പ്രത്യേകിച്ച് സ്ഥിരമായിട്ടുള്ള പിണക്കക്കാരോ ശത്രുക്കളോ മിത്രങ്ങളോ ഒന്നും ഇല്ല. ഞാൻ വിചാരിച്ചതാണ് ഇത്രയും ഈ നാടകാരി വർഷത്തെ ഇണക്കങ്ങളും അല്ലെങ്കിൽ ഈ ഫീൽഡായിരുന്നാലും സ്ഥിരമായിട്ടുള്ളൊരു ഇണക്കവും ഇണക്കമൊന്നും ഇതിലില്ല. നാളെ വരാമാണെങ്കിൽ നാളെ വരാവൻ, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ഞാൻ അതിൽ വലിയൊരു ഇതൊന്നും കൊടുക്കുന്നില്ല, വലിയൊരു പ്രശ്നമായിട്ടൊന്നും എടുക്കുന്നില്ല. ഇതിൽ ചെറിയൊരു പിണക്കം കരുതി മാറി നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ തീർച്ചയായിട്ടും വരാം, നമുക്ക് കഥയാണല്ലോ ആവശ്യം. അവൻ വന്നു കഴിഞ്ഞാൽ കുറേ കണ്ടന്റ് പിന്നെയും കിട്ടും, കുറച്ചുകൂടെ കളർഫുള്ളാക്കാം, കണ്ടന്റ് കിട്ടും. അപ്പോൾ നമ്മൾ അതാണ് നോക്കണേ, പരിപാടി നന്നാവും, പിന്നെ പൈസയും കിട്ടും, എല്ലാവരും ഹാപ്പി. അതങ്ങനെ തന്നെ ആവട്ടെ. അതെ തീർച്ചയായിട്ടും. ഓക്കെ, ഇനി ചെറിയൊരു പെട്ടെന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ബാലുചേട്ടനാണോ അതോ ബിജുചേട്ടനാണോ കൂടുതൽ പേഷ്യൻറ്റ്, വളരെ ക്ഷമ ഏറ്റവും കൂടുതലുള്ളത് ഏത് വ്യക്തിക്കാണ്? സീരിയലിലെ ബാലുചേട്ടനാണോ അതോ യഥാർത്ഥ ബിജുചേട്ടനാണോ? ബിജു ആണ്. ക്ഷമ പിന്നെ ഉറപ്പാണ്. ഇതിനേക്കാളും ഇത് നമ്മൾ ഉണ്ടാക്കിയൊരു സംഭവമല്ലേ, ഇങ്ങനെ ഒരാളുണ്ടോന്ന് തന്നെ അറിയില്ല. പക്ഷെ എന്നാൽ പോലും ഇത് നമ്മൾ ഉണ്ടാക്കി എടുത്തതല്ലേ. മറ്റത് നമുക്കറിയാമല്ലോ, നമ്മൾ ഒരുപാട് കാര്യം ക്ഷമിക്കുമല്ലോ. പല സ്ഥലങ്ങളിൽ ക്ഷമയാണ്, തീർച്ചയായിട്ടും ക്ഷമ തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. നമുക്ക് പല സ്ഥലത്തും റിയാക്ട് ചെയ്യാൻ തോന്നില്ലേ, എത്രയോ സ്ഥലത്ത് റിയാക്ട് ചെയ്യാൻ തോന്നും. പക്ഷേ ചെയ്താൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഈ പറഞ്ഞ പോലെ അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുമ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ഒന്നും പറയാൻ വയ്യ, അതുകൊണ്ട് ആരോടും ഒന്നും പറയാൻ വയ്യാത്തൊരവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നമ്മുടെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് പോകുന്നുണ്ടോ, ഓക്കെ, മാത്രം മതി, ആരെ ശല്യപ്പെടുത്താതെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോവുക. നൈസ്, നല്ല കാര്യം. കൂടുതൽ ഫണ്ണി ആരാണ് ക്യാരക്ടറിലെ? കാരണം വിജയേട്ടൻ ഓൾറെഡി അതെ നമുക്കറിയാം, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ബാലു ആണോ രണ്ടും ഒരുമിച്ച് കട്ടക്കിട്ടയ്ക്കാണോ? അല്ല, അത് ബിജു സോപാനം തന്നെയാണ്. ആണ്, അതുകൊണ്ട് ഞാൻ ആദ്യം അറിയാമെന്ന് പറഞ്ഞത്. ഫൺ ഇതില്ലേ, അപ്പോൾ അതൊക്കെ മേലെയാണ് ഒരു. പിന്നെ തീർച്ചയായിട്ടും ബാലുവിനെ പോലെ അല്ല, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ആ കംഫർട്ട് സോണിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ പിന്നെ അതാണ് ഇഷ്ടം. അയ്യോ, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് എണീറ്റ് പോരാൻ തോന്നൂല. അതായത് വിജയേട്ടൻ്റെ ആ കംഫർട്ട് സോണിൽ ഇരുന്ന് കഴിഞ്ഞാൽ വിജയേട്ടൻ അവിടെ അടിപൊളിയാണ്. പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ, ആരാണ് കൂടുതൽ ഇമോഷണൽ? അല്ലെങ്കിൽ ബിജുചേട്ടൻ ഒരു വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണോ? അങ്ങനെ ഞാൻ ഇമോഷണലാണ്, ഭയങ്കരമായിട്ട് നിൽക്കില്ല, പിടിച്ചാൽ കിട്ടില്ല. അതൊരു കഥ കേട്ടാലും അല്ലെങ്കിൽ ഒരു കാര്യം കണ്ടാലും ഇപ്പോഴത്തെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും പെട്ടെന്ന് റിലേറ്റ് ചെയ്ത്, ഇപ്പം നമ്മുടെയായിട്ടൊരു മോളുണ്ട്, അപ്പോൾ ഇതിങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, ഏത് സമയം ഫോൺ വിളിയും ബഹളമൊക്കെ. അപ്പോൾ എന്താണ് ഇത്രയും പ്രശ്നം വീട്ടിൽ, നമ്മൾ അതിനെ കണ്ട് ഇമാജിൻ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലെത്തിയോ, കാരണം നമുക്ക് പേടിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു കാര്യം കേട്ടാൽ തന്നെ നമ്മൾ അറിയാതെ അതിലോട്ട് ഓവർ തിങ്ക് ചെയ്യും അല്ലേ? ഓവർ തിങ്ക് ഉണ്ടോ, അത് തന്നെ പ്രശ്നമാണ്.
ഇങ്ങനെയൊക്കെ നടക്കാൻ നടക്കുവോ അയ്യോ അങ്ങനെ ആവുമോ എപ്പോഴും ഒരു മൈൻഡിലൊരു കല്ല് എല്ലാവരും ഓവർ തിങ്കിങ് ചെയ്ത് അത് ഇതിൽ ചിലതിൽ ഇതിലും കൂടെ സഹായം ചെയ്യും നമുക്ക് നന്നായിട്ട്. ഒരു കഥ കിട്ടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാലോ ഓവർ തിങ്കിങ് ചെയ്ത് ഇതിൽ പറ്റും. പക്ഷേ റിയൽ ലൈഫിൽ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റില്ല, സമാധാനത്തോടെ വീട്ടിലുള്ളവരെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല. അതല്ലേ അപ്പോൾ അത് മാറ്റണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ല, നമ്മൾ വിചാരിച്ചാൽ മാറ്റില്ല. എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് അത് മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു കുറച്ച് പുസ്തക വായനയും പിന്നെ കുറച്ചൊരു എന്താ പറയുക കുറച്ച് മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ വേണ്ടി വരുമെന്ന് തോന്നുന്നു. പണ്ടുണ്ടായിരുന്നു കേട്ടോ. ആണല്ലേ? സാറിൻ്റെ കൂടെ ആയിരുന്നപ്പോൾ സാറ് പറയുന്ന പുസ്തകങ്ങൾ വായിക്കുകയും കുറച്ച് സാറിൻ്റെ കൂടെ നാടക കളരിയിൽ രാവിലെ കളരിയും യോഗയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്തൊരു സിസ്റ്റമാറ്റിക് ആയിട്ടായിരുന്നു നമ്മളൊരു എന്ത് പറയാൻ ഒരു ആശ്രമ നമ്മൾ പറയില്ലേ എന്താണ് അങ്ങനെ രീതിയിലായിരുന്നു നമ്മൾ നാടകങ്ങളൊക്കെ പഠിച്ച് വന്നത്. ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം പോലെ. പിന്നെ അതിൽ നിന്ന് വിട്ടുമാറിയപ്പോൾ അതൊന്നുമില്ല.